പ്രൈസ് ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. യേശുക്രിസ്തുവിൻ്റെ പുതിയ നിയമരക്ഷയുടെ ഉപദേശം എന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ നിത്യജീവമൊഴികൾ എന്ന പ്രസംഗ പരമ്പരയിൽ കടന്നു വരുവാനും സംസാരിക്കുവാനും കൃപാലുവായ ദൈവം ഒരു പ്രാവശ്യം കൂടെ ജീവിതത്തിൽ തന്ന അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഗ്രൂപ്പിലുള്ള ആത്മന്മാർക്കും ഗ്രൂപ്പിൽ ശ്രമിക്കുന്ന എല്ലാ സൗരസൗരന്മാർക്കും കുഞ്ഞുങ്ങൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തിനെ അറിയിക്കുന്നു. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ കാലം അതിൻ്റെ അന്ത്യത്തേക്ക് വന്നിരിക്കുന്നു. ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങൾ, കഴിഞ്ഞ ദിവസം തന്നെ പാരീസിൽ നടക്കുന്നതായ ലൂട്ടിങ്, ആഴ്സൺ, അതുപോലെ പാരീസ് കത്തി എരിയുന്നതായിട്ടുള്ള വാർത്തകളാണിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ രാജ്യത്തോടും ജാതിക്കാരോടും ഭാഷക്കാരോടും പൊരുതുന്ന യുദ്ധം ചെയ്യുന്നതുമായിട്ടുള്ള ന്യൂസുകൾ നമുക്ക് കേൾക്കാൻ സാധിക്കും. റഷ്യയും ഉക്രൈനുമായിട്ടുള്ള യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇത്രയും മാസങ്ങളായിട്ടും യാതൊരു ശമനവും ഇല്ലായിരിക്കുന്നു. അങ്ങനെ ലോക സാമ്രാജ്യങ്ങൾ എല്ലാം സമാധാനമില്ലാതെ നെട്ടോട്ടം ഓടുന്ന ഒരു കാലഘട്ടത്തിലും ആകാശങ്ങളിലും സമുദ്രങ്ങളിലും ലക്ഷണങ്ങൾ കാണുന്നു. യേശുക്രിസ്തു പറഞ്ഞതുപോലെ മഹാവ്യാധികൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പം എന്നിത്യാദി കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ യേശുക്രിസ്തുവിൻ്റെ വരവ് ഏറ്റവും അടുത്താണെന്ന് അറിഞ്ഞ് നമ്മൾ ഉണരുവാൻ വേണ്ടി ഉള്ള സമയമാണെന്ന് ഓർപ്പിക്കുന്നു എല്ലാ സഹോദരന്മാരെയും. ഈ ഗ്രൂപ്പിൽ കൂടെ കേൾക്കുന്ന ആ മെസ്സേജുകൾ നിങ്ങൾ ഗ്രഹിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ് ദൈവം ആരാകുന്നു എന്നുള്ളത്. അത് ആ വിഷയത്തെക്കുറിച്ച് ഹിന്ദിയിലും ഇംഗ്ലീഷിലും മലയാളത്തിലും ഇപ്പോൾ തമിഴിലുമായി നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന സുവിശേഷം. ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ആരെങ്കിലും ഇത് കേൾക്കുന്നുവെങ്കിൽ അവർ മനസ്സിലാക്കണം, ദൈവം ഒരുവനേ ഉള്ളൂ. ആ ദൈവം പഴയ നിയമത്തിലെ യഹോവ, പുതിയ നിയമത്തിലെ യേശുക്രിസ്തു ആണെന്ന് മനസ്സിലാക്കണം. പിന്നീട് ഈ പുതിയ നിയമവ്യവസ്ഥയിൽ നമ്മൾ രക്ഷിക്കപ്പെടണം, മാനസാന്തരപ്പെടണം, ദൈവത്തിൻ്റെ സഭയിലെ അംഗങ്ങളായി തീർന്ന് എന്നേക്കുമായി യുഗായുഗങ്ങളായി യേശുവോട് കൂടെ വാഴണം. ഈ സുവിശേഷമാണ് അപ്പോസ്തലന്മാർ പ്രസ്താവിച്ച അതേ സുവിശേഷം ഞങ്ങൾ പ്രസ്താവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ സുവിശേഷം കേട്ടതിന് ശേഷം നിങ്ങൾ ഹൃദയത്തിൽ കഠിനപ്പെട്ട് മുമ്പോട്ട് പോയാൽ ഇത് യേശുനാമക്കാരുടെ ഉപദേശമാണെന്നും ഇത് ദുരുപദേശമാണെന്നും ആരെങ്കിലും ഗ്രഹിച്ച് നിങ്ങളെ പിന്തിരിപ്പിച്ചാൽ തീർച്ചയായിട്ടും അവർ ദുഃഖിക്കേണ്ട ഒരു ദിവസം ഉണ്ടാകും എന്ന് വളരെ വ്യക്തമായി ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ അറിയിക്കുന്നു. അതുകൊണ്ട് തീർച്ചയായും ഞങ്ങൾ പ്രസ്താവിക്കുന്ന ഈ വചനങ്ങൾ, ഈ ദൂതുകൾ ഏതെങ്കിലും രീതിയിൽ ദുരുപദേശമായിട്ട് നിങ്ങൾക്ക് ഞങ്ങളെ ചൂണ്ടിക്കാണിക്കാമെങ്കിൽ ഞങ്ങളെ തിരുത്തുവാൻ തയ്യാറാണ്. മാത്രമല്ല, എനിക്ക് കൂടുതൽ വ്യസനവും സങ്കടവും കൺസേണുമുള്ളത് ക്രിസ്ത്യാനികളാണെന്ന് പറഞ്ഞ് പെന്തക്കോസ്തിലായിരിക്കുന്ന വിശ്വാസികൾ തൃത്വസഭകളിൽ പോയി അവർ പറയുന്ന ദുരുപദേശങ്ങൾ കേട്ട് വ്യാജ ഉപദേശകരെ പിന്തുടരുകയും കേൾക്കുകയും ചെയ്തിട്ട് വചനം ചെക്ക് ചെയ്യാതെ കണ്ണുമടച്ചുകൊണ്ട് വിശ്വസിക്കുന്ന വിശ്വാസികളാകാതെ ബെറിയിലെ വിശ്വാസികളെ പോലെ വചനം കേൾക്കുക മാത്രമല്ല അങ്ങനെ തന്നെ ഒന്ന് പരിശോധിച്ചു പോകുന്നു. ആ വ്യവസ്ഥയിലേക്ക് നിങ്ങൾ കടന്നു വരണം. നിങ്ങൾ നശിച്ചു പോകാൻ പാടില്ല. JCNDSയിൽ കൂടെ കേൾക്കുന്ന വാട്സാപ്പ് ഗ്രൂപ്പിലും ഫേസ്ബുക്കിലും യൂട്യൂബിലുമായി കേൾക്കുന്ന ഒറ്റ വിശ്വാസികൾ പോലും നശിച്ചു പോകാൻ പാടില്ല. പ്രത്യേകിച്ച് തൃത്വ പെന്തക്കോസ്തുകളിൽ പോകുന്ന വിശ്വാസികൾ. നിങ്ങളെ കുറ്റം പറയുന്നില്ല. നിങ്ങളെ നടത്തുന്ന ചെന്നായുടെ ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളാണ്, ദുരുപദേശക്കാരാണെന്ന് വചനത്തിൽ കൂടെ പലപ്പോഴും തെളിയിച്ചിട്ടുണ്ട്. ഇനിയും നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അത് തെളിയിക്കാം. അതുകൊണ്ട് സത്യ ഉപദേശം നിങ്ങൾ മനസ്സിലാക്കി, ഏകസത്യ ദൈവത്തെ മനസ്സിലാക്കി, അത് യേശുക്രിസ്തു എന്ന ഏകസത്യ ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് നിങ്ങൾക്കുണ്ടാകണം. അത് ഗ്രഹിക്കണം, വചനം കേൾക്കണം, പഠിക്കണം, അനുസരിക്കണം. ഹല്ലേലൂയ.
കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിച്ച വിഷയമായിരുന്നു, എന്നാൽ ഏതായിരുന്നു നിങ്ങളുടെ സ്നാനം? അത് പാർട്ട് 1 ആയിട്ട് ഞാൻ പറയുകയുണ്ടായി. അത് ഞാൻ ഫിനിഷ് ചെയ്തില്ല, പിന്നീട് അത് കണ്ടിന്യൂ ചെയ്യുമെന്ന് പറയുകയുണ്ടായി. എന്നാൽ ഇന്ന് ആ പാർട്ട് 2 ആയിട്ട് ഞാൻ സംസാരിക്കാൻ താല്പര്യപ്പെടുന്നു. നിങ്ങളെല്ലാം പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണം. മാത്രവുമല്ല, നിങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ അണ്ടർലൈൻ ചെയ്ത് അത് നിങ്ങൾ ഉരുവിട്ട് നിങ്ങൾ പഠിക്കുകയും വായിക്കുകയും ചെയ്ത് സത്യം മനസ്സിലാക്കണം എന്നും കൂടെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഇതുവരെ നിങ്ങളിൽ നിന്ന് ലഭിച്ച എല്ലാ പ്രാർത്ഥനയ്ക്കും സപ്പോർട്ടിനും എൻകറേജ്മെൻറ്റിനും വളരെ നന്ദിയുണ്ട്. തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണമെന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുന്നു. കഴിഞ്ഞ ദിവസത്തെ സബ്ജക്റ്റ് ആയിരുന്നു, എന്നാൽ ഏതായിരുന്നു നിങ്ങളുടെ സ്നാനം? പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടാണ് ഈ സ്നാനത്തെക്കുറിച്ചുള്ള ഈ മെസ്സേജ് ഈ ഗ്രൂപ്പിൽ കൂടെ നിങ്ങൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നത് ചോദിച്ചാൽ, ഒരുവൻ സ്വർഗരാജ്യത്തിൽ ജനിക്കണമെങ്കിൽ യേശുക്രിസ്തു നിക്കോദെമോസിനോട് പറഞ്ഞത് ആത്മാവിലും ജലത്തിലും ജനിച്ചെങ്കിൽ മാത്രമേ സ്വർഗരാജ്യത്തിൽ ജനിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ സംസാരിക്കുന്ന ഈ സ്നാന വിഷയം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ കരുതണം. അതുകൊണ്ട് ഏതായിരുന്നു നിങ്ങളുടെ സ്നാനം എന്നുള്ള വാക്യത്തെ ആസ്പദമാക്കി സംസാരിച്ചു. നിങ്ങളുടെ അറിവിലേക്ക് ഇതിനെ കേട്ടവർക്ക് വേണ്ടിയും അങ്ങനെ പുതിയതായി കേൾക്കുന്നവർക്ക് വേണ്ടിയും കുറച്ച് പുറകോട്ടിറങ്ങി ഞാൻ സംസാരിക്കാൻ താല്പര്യപ്പെടുന്നു. ആധാരമായി വായിക്കുന്നത് 1 പത്രോസിനും 3-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യമാണ്. 20ഉം 21 വായിക്കുന്നു, നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി, നിങ്ങളുടെ അറിവിന് വേണ്ടി. ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. അത് സ്നാനത്തിന് ഒരു മുൻകുറിയാകുന്നു. അപ്പോൾ തീർച്ചയായിട്ടും സ്നാനമെന്നുള്ള കാര്യം നമ്മൾ പുതിയ നിയമത്തിൽ കാണുമ്പോൾ അതിൻ്റെ മുൻകുറി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൽപ്പനയാൽ നോഹ പെട്ടകമുണ്ടാക്കി 40 രാവും 40 ദിവസവും ഭൂമിയുടെ ഉറവുകളും ആകാശത്തിലെ ഉറവുകളും തുറന്ന് ഭൂമി മുഴുവനും വെള്ളം കൊണ്ട് നിറച്ചപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനയാൽ പണിയപ്പെട്ട നോഹയും നോഹയുടെ ഭാര്യയും 3 മക്കളും അവരുടെ ഭാര്യമാരും 8 പേര് ആ പെട്ടകത്തിൽ കൂടെ രക്ഷപ്പെട്ടു, ആ ജലപ്രളയത്തിൽ രക്ഷപ്പെട്ടു. അതാണ് സ്നാനത്തിൻ്റെ മുൻകുറി എന്ന് പത്രോസിൻ്റെ ലേഖനത്തിൽ ഇവിടെ പറയുന്നു. അപ്പോൾ തീർച്ചയായിട്ടും സ്നാനമെന്നുള്ളതിൻ്റെ മുൻകുറി സുവിശേഷമല്ല, നോഹയുടെ പെട്ടകത്തിൽ തുടങ്ങിയതാണ് ആ ഉപദേശം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2 വർഷങ്ങൾ കൊണ്ട് ഏറ്റവും വിദഗ്ധമായിട്ടുള്ള ടൈറ്റാനിക് കപ്പൽ സൗതാംപ്ടൺ തുറമുഖത്തു നിന്ന് പുറപ്പെട്ട് വെറും 5 ദിവസം കഴിഞ്ഞപ്പോൾ ഏകദേശം 3000 പേരുണ്ടായിരുന്ന കപ്പൽ മഞ്ഞ് മലയിൽ തട്ടി 1500 പേരുടെ ജീവൻ അപഹരിച്ചു. ഈ ലോകത്തിലെ ഏറ്റവും വിദഗ്ധന്മാരായിട്ടുള്ള ഷിപ്പിംഗ് കമ്പനി, നല്ല ആർക്കിടെക്ട്സ്, എൻജിനീയേഴ്സ്, മാത്രവുമല്ല ഇങ്ങനെയാണ് ഞാൻ കേട്ടിരിക്കുന്നൊരു വിഷയം, ദൈവത്തെ കൊണ്ട് പോലും ഇത് മുക്കുവാൻ സാധിക്കില്ല എന്ന് പറയുന്ന ഒരു സ്റ്റോറി എൻ്റെ പുറകിലുണ്ട്. തീർച്ചയായിട്ടും ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല. ദൈവത്തെ മറന്നുകൊണ്ടുള്ള ഒരു കാര്യങ്ങളും ദൈവം മാർക്ക് ചെയ്യുന്ന വിഷയമാണ്. എന്നാൽ ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം പണിത ഗോഫേർ മരം കൊണ്ട് പണിത ആ പെട്ടകം 40 ദിവസത്തെ രാവും പകലുമുള്ള മഴയെ അതിജീവിച്ച് ഭൂമി മുഴുവൻ വെള്ളം കൊണ്ട് മൂടി മൂക്കിൽ ജീവശ്വാസമുള്ള എല്ലാ ജന്തുക്കളും ചത്തുപോയപ്പോൾ നോഹയും നോഹയുടെ കുടുംബവും ഹല്ലേലൂയ പെട്ടകത്തിൽ കൂടെ രക്ഷപ്പെട്ടു. അവരിൽ നിന്നാണ് പിന്നെ ഈ ലോകത്തിലെ തലമുറകൾ പിന്നെ വരുവാനിടയായത്. അപ്പോൾ തീർച്ചയായിട്ടും ദൈവത്താൽ നിർദ്ദേശിക്കപ്പെട്ടു പണിത ആ നോഹ 120 വർഷം പ്രസംഗിക്കുകയും ചെയ്തു. പെട്ടകത്തിൽ വന്ന് കടക്കുക, ഒരു വലിയ മഴ വരാൻ പോകുന്നു, ഒരു പ്രളയം വരാൻ പോകുന്നു എന്നും ദൈവത്തിൻ്റെ കൽപ്പന കേട്ട നോഹ പ്രസംഗിച്ചു 120 വർഷക്കാലം ആരും ചെയ്തുകൊണ്ടില്ല. അതുകൊണ്ട് അന്നത്തെ കാലത്ത് 1,00,000 പേര് കാണും, ചിലപ്പം കോടികളാവണം, എങ്കിലും രക്ഷപ്പെട്ടത് വെറും 8 പേര് മാത്രം. എന്തുകൊണ്ടെന്നാൽ ആ പെട്ടകം
യേശു ക്രിസ്തുവിനെ കുറിക്കുന്നു. ഹല്ലേലൂയ. പുതിയ നിയമത്തിൽ വരുമ്പോൾ ആ പെട്ടകം യേശു ക്രിസ്തു ആണെന്ന് വളരെ വ്യക്തമായിട്ട് ഇവിടെ കാണുവാൻ സാധിക്കും. യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമേ രക്ഷയുള്ളൂ. 10-ാം തലമുറയിൽ പെട്ടകത്തിൽ കൂടെ രക്ഷപ്പെട്ട അതിനെ സ്ഥാനത്തെ കുറിക്കുന്നു. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിർത്തിയ ചില ഭാഗങ്ങളിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അപ്പോസ്തലന്മാർ ആരായിരുന്നു? അവർ പറയുന്നു, അവർ നിർമ്മിത കഥകൾ അഥവാ കെട്ടുകഥകൾ പ്രസ്താവിച്ചിട്ടില്ല. അവർ പറയാണ്, ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, അവൻ്റെ മഹിമ കണ്ട സാക്ഷികളായി തീർന്നിട്ടത്രേ. അവൻ്റെ മഹിമ കാണുവാൻ കഴിയാത്ത വേദശാസ്ത്രികൾ പടച്ചു വെക്കുന്ന തന്ത്രമാണ് സ്നാനം വേദപുസ്തകത്തിന് വിരോധമായിട്ട് പഠിപ്പിക്കുകയും പ്രമാണിക്കുകയും പാലിക്കുകയും ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. പ്രൈസ് ദി ലോർഡ്. പഴയ നിയമത്തിൽ നോഹയുടെ പെട്ടകം യേശുക്രിസ്തുവിനെ കുറിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും പുതിയ നിയമത്തിൽ യേശുക്രിസ്തു ആകുന്ന ആ പെട്ടകത്തിൽ കിടക്കണം. ആ പെട്ടകത്തിൽ ഒരു വാതിലേ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ പുതിയ നിയമത്തിലായിരിക്കുമ്പോൾ യേശുക്രിസ്തു ആകുന്ന വാതിൽ, ഐ ആം ദ ഡോർ, ഞാൻ വാതിലാകുന്നു എന്ന് പറയുന്ന യേശുക്രിസ്തു ആകുന്ന ആ ഡോറിൽ കൂടിയാണ് നമ്മൾ കടക്കേണ്ടത്. അതുകൊണ്ട് പ്രിയ സ്നേഹിതരെ, പുതിയ നിയമം എഴുതുവാൻ കർത്താവ് അവരെ നിയോഗിച്ചു. ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പിക്കാതിരിക്കുന്നവർക്ക് വേണ്ടി അപ്പോസ്തലന്മാരുടെ വചനത്തിൽ കൂടി വേണം നാം കർത്താവിനെ കാണുവാനും വിശ്വസിക്കാനും. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന് 20 വായിക്കുന്നു നിങ്ങളുടെ അറിവിന് വേണ്ടി. ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പിക്കാനിരിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ അപേക്ഷിക്കുന്നു. അപ്പോൾ അപ്പോസ്തലന്മാരുടെ വാക്കുകളിൽ കൂടെ വേണം നമ്മൾ യേശുക്രിസ്തുവിൻ്റെ കൽപ്പനകളെ അനുസരിക്കുവാൻ. ഹല്ലേലൂയ. അതുകൊണ്ട് പഠിപ്പിക്കുവാൻ അപ്പോസ്തലന്മാരോടാകുന്നു കർത്താവ് കൽപ്പിച്ചത്. മത്തായി 28:19-20 അവർ യേശുവിൻ്റെ വാക്കുകൾ വ്യാഖ്യാനിച്ചിരിക്കുന്നതും പഠിപ്പിച്ചതും പ്രവർത്തിച്ചതും നാം അനുസരിക്കുന്നതിൽ കൂടി യേശുവിൻ്റെ കൽപ്പന അനുസരിക്കുന്നതായിരിക്കും എന്നറിഞ്ഞുകൊള്ളുക. അതുകൊണ്ട് പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഏറ്റിരിക്കുന്ന സ്നാനം അപ്പോസ്തലന്മാരാൽ യേശുക്രിസ്തു പറഞ്ഞ കൽപ്പന കേട്ട അപ്പോസ്തലന്മാരാൽ കാണിച്ചു തന്ന മാതൃകയിലുള്ള സ്നാനമാണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. വിശുദ്ധ പ്രവാചകന്മാർ മുൻ പറഞ്ഞ വചനങ്ങളും നിങ്ങളുടെ അപ്പോസ്തലന്മാർ മുഖാന്തരം കർത്താവും രക്ഷിതാവുമായവൻ തന്ന കൽപ്പനയും ഓർത്തുകൊള്ളണം. പ്രൈസ് ദി ലോർഡ്. ആദിമസഭ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടുപോന്നു. അപ്പോസ്തല പ്രവർത്തകർ 2:42-47 വായിക്കാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ മുൻപറഞ്ഞ വാക്കുകളെ ഓർപ്പീൻ. യൂദ 17-ാം വാക്യം. അവരുടെ വാക്കുകൾ ആദിമസഭയ്ക്ക് അനുസരിക്കാമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് അനുസരിക്കാൻ സാധിക്കുന്നില്ല? തൃത്വത്തിൽ പോകുന്ന വിശ്വാസികളെ, ആദിമസഭ അനുസരിച്ച ഉപദേശം അപ്പോസ്തലന്മാരുടെ ആണെങ്കിൽ ഈ 21-ാം നൂറ്റാണ്ടിൽ ഇപ്പോഴും അപ്പോസ്തലന്മാർ പറഞ്ഞതും പഠിപ്പിച്ചതും പ്രമാണിച്ചതും കാണിച്ചതുമായിട്ടുള്ള ഉപദേശങ്ങൾ ഞങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് അംഗീകരിക്കുവാൻ സാധിക്കുന്നില്ല? അപ്പോൾ നിങ്ങളെ ഈ ഉപദേശത്തിൽ നിന്ന് അകറ്റി നിൽക്കുന്നത് നിങ്ങളുടെ സഭാ അധ്യക്ഷന്മാരും കള്ളപ്രവാചകന്മാരും കള്ള ഉപദേശകരും അവർ ചെന്നായ്ക്കളുടെ വേഷം കൊണ്ട് ആടിൻ്റെ തോലിട്ട് വരുന്നവരാണ് നിങ്ങൾ മനസ്സിലാക്കണം. ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൽ പണിതിരിക്കുന്നു. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യം. പ്രവാചകന്മാരിൽ വസിച്ചിരുന്നത് ക്രിസ്തുവിൻ്റെ ആത്മാവായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തല പ്രവൃത്തി 10:43. പുതിയ നിയമസഭയിലും വ്യാപരിക്കുന്നത് ക്രിസ്തുവിൻ്റെ ആത്മാവാകുന്നു. ലൂക്കോസ് 3:16. സത്യം എല്ലായ്പ്പോഴും മുഴുവേദപുസ്തകമായി പൊരുത്തപ്പെടണം. ഒരു വാക്യം നമുക്ക്
ക്ലിയർ ആയില്ലെങ്കിൽ അത് വേറെ സ്ഥലത്ത് ക്ലിയർ ആയിട്ടുള്ള വേഴ്സസ് ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിൻ്റെ വചനത്തിൽ അന്വേഷിച്ച് നോപ്പീൻ, അതിലൊന്നിനും ഇണയില്ലായിരിക്കില്ല. ദൈവത്തിൻ്റെ ശ്വാസമല്ലോ ആത്മാവല്ലോ അതിനെ കൂട്ടിച്ചേർത്തത്. മുഴുവൻ വേദപുസ്തകത്തോട് പൊരുത്തപ്പെടാത്ത വിഷയങ്ങൾ ഏതെങ്കിലും ഒരു വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഉപദേശമായി സ്ഥാപിക്കാൻ സാധ്യമല്ല. ഒരു ഭാഗത്ത് മറവായി തോന്നുന്നത് വേറൊരു ഭാഗത്ത് വെളിപ്പെടുത്തിയിരിക്കും. ആകയാൽ ആരും അപ്പോസ്തലന്മാരിട്ട ഉപദേശങ്ങളുടെ മതിൽ പൊളിക്കുവാൻ ശ്രമിക്കരുത്. സഭാപ്രസംഗി 10-ാം അധ്യായത്തിൻ്റെ 8-9 പറയുന്നു, മതിൽ പൊളിക്കുന്നവനെ പാമ്പ് കടിക്കും. അപ്പോൾ തീർച്ചയായിട്ടും അപ്പോസ്തലന്മാരിട്ട അടിസ്ഥാനം, ആ അടിസ്ഥാനത്തിൻ്റെ മൂലക്കല്ല് കർത്താവായ യേശുക്രിസ്തു ആയതുകൊണ്ട് ആ ഉപദേശങ്ങളെ മറികടന്ന് പോകുവാൻ ആരും ശ്രമിക്കരുത്. ഇത് കേൾക്കുന്ന വിശ്വാസികൾ നിങ്ങൾ കേട്ടാലും, കർത്താവ് പരിശുദ്ധാത്മാവിനാൽ ആയിരുന്നു കൽപ്പന കൊടുത്തത്. യോഹന്നാന്റെ സുവിശേഷം 20:22, 7:37 നിങ്ങളൊന്ന് വായിച്ചു നോക്കാം. യേശു അടുത്തു ചെന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ, ഞങ്ങളല്ല, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്ത യേശുക്രിസ്തുവിൻ്റെ കൽപ്പന മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 20 വചനങ്ങൾ നിങ്ങൾ വായിക്കുക. നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തവനായ ആ യേശുക്രിസ്തു ഇപ്പോൾ നമ്മളുടെ കൂടെ ആയിരിക്കുന്നത് എങ്ങനെയാണ്? പരിശുദ്ധാത്മാവിനാലായിരിക്കുന്നു. അതുകൊണ്ട് സത്യവചനത്തെ യഥാർത്ഥമായിട്ട് നമ്മൾ വിവർത്തനം ചെയ്യണം, അല്ലെങ്കിൽ ഇൻ്റർപ്രിറ്റേഷൻ ചെയ്യണം. അതായത് കർത്താവ് പറഞ്ഞ ചില കാര്യങ്ങൾ കൂടെ നമ്മളിപ്പോൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, ഇനിയും വളരെ നിങ്ങളോട് പറവാനുണ്ട്, എന്നാൽ നിങ്ങൾക്കിപ്പോൾ വഹിപ്പാൻ കഴിവില്ല. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലേക്കും വഴി നടത്തും. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യങ്ങൾ വായിക്കാം. ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 26-ാം വാക്യം. അപ്പോൾ സ്നാനത്തിൻ്റെ ഉപദേശത്തിൽ അടങ്ങിയിരിക്കുന്ന കാര്യം എന്താണോ? ഒന്നാമതായിട്ട്, സ്വർഗത്തിലും ഭൂമിക്കും സർവ്വാധികാരവും യേശുക്രിസ്തുവാണ്. എന്തുകൊണ്ടെന്നാൽ താൻ സകലത്തിൻ്റെ സൃഷ്ടാവാകയാൽ സർവത്തിനും അധികാരിയാകുന്നു. യോഹന്നാൻ 1:1-4 വരെ, എബ്രായ ലേഖനം 1-ാം അധ്യായം 8-10 വരെ, എബ്രായർ 3:6, കൊലോസ്യർ 1:15 നിങ്ങൾ നോക്കുക. രണ്ടാമതായി, നൽകപ്പെട്ടിരിക്കുന്നു. എങ്ങനെ നൽകപ്പെട്ടു? തന്നെത്താൻ ഒഴിച്ചവനാണ്, തന്നെത്താൻ താഴ്ത്തിയവൻ, തന്നെത്താൻ സാക്ഷ്യം പറയുന്നവൻ, തന്നെത്താൻ ഏൽപ്പിച്ചവൻ, തന്നെത്താൻ ഉയർത്തെഴുന്നേറ്റവൻ, തൻ്റെ സ്വന്തം നിർണയത്തിന് തക്കവണ്ണം പ്രവർത്തിക്കുന്നവൻ, തന്നെത്താൻ സത്യം ചെയ്യുന്നവൻ, തൻ്റെ മഹത്വം മറ്റൊരുത്തനും കൊടുക്കയില്ലാത്തവൻ, തനിക്ക് മുൻപും പിൻപും മറ്റൊരുത്തൻ ഇല്ല, താൻ മറ്റൊരുത്തനെ അറിയുന്നില്ല, ക്രൂശിലെ മരണത്തോളം ഏതെല്ലാം മഹിമകൾ മറച്ചുവോ അതെല്ലാം പിന്നെയും അവൻ വീണ്ടെടുക്കുന്നു. എങ്ങനെ സ്വർഗത്തിലെ മഹിമകളെ വിട്ട് അവൻ ഭൂമിയിൽ വന്നു, തിരിച്ച് അതേ തേജസ്സിൽ ഇപ്പോഴവനായിരിക്കുന്നു. അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യൻ. വെളിപ്പാട് 5-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം. പിന്നീട് ഉള്ള കാര്യമാണ് ശിശുമോട് പറഞ്ഞാണ് പോകുക. ലൂക്കോസ് 24:47, പ്രവൃത്തികൾ 1:8. പിന്നെ അടുത്ത പോയിന്റാണ് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുക.
കൽപ്പന പറയുകയല്ല, അത് പ്രമാണിക്കണം. 2 പത്രോസ് 3:2 ഗലാത്യർ 1:8 പിന്നീട് ഉപദേശിക്കുക, പ്രസംഗിക്കുക, പഠിപ്പിക്കുക. ഈ ഉത്തരവാദിത്വമെല്ലാം യേശുക്രിസ്തു പരമേൽപ്പിച്ചത് അവനാൽ തിരഞ്ഞെടുക്കപ്പെട്ട ശിഷ്യന്മാർക്കാണ്. അതുകൊണ്ട് യേശുക്രിസ്തു അവരെ ശിഷ്യരാക്കി. അതുകൊണ്ട് യേശുക്രിസ്തു അവരോട് പറഞ്ഞു, നിങ്ങളും പോയി ശിഷ്യരാക്കുക. പ്രവൃത്തി 6:7, 14 പിന്നീട് എന്താണ്? സ്നാനപ്പെടുത്തുക. പ്രവൃത്തികൾ 2:38, 8:12 മുതൽ 16 വരെ, 10:48, 19:1 മുതൽ 6 വരെയുള്ള വാക്കുകൾ നിങ്ങൾ തീർച്ചയായിട്ടും വായിക്കുക. ഇതാണ് യേശുക്രിസ്തുവിൻ്റെ കൽപ്പന സ്നാനവുമായിട്ടുള്ള ബന്ധത്തിൽ ശിഷ്യന്മാരോട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നത് നാമമല്ല, അത് സർവനാമങ്ങൾ, ടൈറ്റിൽസ് ആകുന്നു. പിതാവ് ആരാകുന്നു? നമുക്കൊരു പിതാവേ ഉള്ളൂ, ദൈവം തന്നെ. യോഹന്നാൻ 8:41. ദൈവം ആരാകുന്നു? ദൈവം ആത്മാവാകുന്നു. യോഹന്നാൻ 4:24. ആകയാൽ പിതാവ് അഥവാ ദൈവം എന്നുള്ളത് ആത്മാവോട് ബന്ധപ്പെടുന്നു. എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിൽ കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. പ്രൈസ് ദി ലോർഡ്. എഫേസ്യർ 4:4 മുതൽ 6 വരെ, മലാക്കി 2:10. നമുക്കൊരു ദൈവമേ അല്ലേ ഉള്ളൂ, ഒരു പിതാവല്ലേ ഉള്ളൂ, ഒരു ദൈവമല്ലോ നമ്മൾ സൃഷ്ടിച്ചത്. യേശുക്രിസ്തു ആരാകുന്നു? അവൻ നിത്യപിതാവാകുന്നു. യെശയ്യാ 9:6. നമുക്കൊരു മകൻ ജനിച്ചിരിക്കുന്നു, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിരിക്കും, അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് വിളിക്കപ്പെടും. അതുകൊണ്ട് അവൻ ആരാവുന്നു? നിത്യപിതാവ്. അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. 1 യോഹന്നാൻ 5:20, റോമർ 9:5, എബ്രായർ 1:8, തീത്തോസ് 2:12-13 വാക്യങ്ങൾ. അവനു പിതാവില്ല, മാതാവില്ല, വംശാവലിയില്ല, ജീവാരംഭവും ജീവാവസാനവുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് നാമങ്ങൾ എന്നല്ല, പിന്നെയോ നാമം എന്ന ഏകവചനമാകുന്നു അവിടെ മത്തായിയുടെ 28:19 പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നത് ആരാണ്? യേശുക്രിസ്തു. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുവാൻ ഇരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം. മത്തായിയുടെ സുവിശേഷം 1:20-21. രക്ഷയ്ക്കുള്ള നാമം ഏതാണ്? അപ്പോസ്തല പ്രവൃത്തി 4:12. മറ്റൊരുത്തൻ രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. സകല മുഴങ്കാലും മടങ്ങുന്ന നാമം. ഫിലിപ്പിയർ 2:10. അതുകൊണ്ട് ഈ നാമം നിഷേധിക്കരുത്. ഹല്ലേലൂയ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. ആകയാൽ യേശു പറഞ്ഞതിൻ്റെ അർത്ഥം പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ വെളിപ്പെടുത്തി കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞ ആ ടൈറ്റിൽസ്, ആ കൽപ്പന പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ യേശുക്രിസ്തു പറഞ്ഞായിരുന്നല്ലോ നേരത്തെ, പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങളെ സകല സത്യത്തിലേക്ക് വഴി നടത്തും. ആയതുകൊണ്ട് അവരെ ഓർമ്മപ്പെടുത്തുമെന്ന് പറഞ്ഞാൽ അത് ഓർത്തപ്പോൾ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ പത്രോസ് പ്രസംഗിച്ചത് ഇങ്ങനെയാണ്: നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കുമുള്ളതല്ലോ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തല പ്രവൃത്തികൾ 2:38 മുതൽ 42 വരെ വായിക്കാം. അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. പത്രോസ് സ്വന്തം അഭിപ്രായം പറയുന്ന ദിവസമല്ലായിരുന്നു. സഭയുടെ ജന്മദിനമായ അന്ന് സ്വന്തം അഭിപ്രായം പറയാനുള്ള സ്ഥലവും സമയമല്ലായിരുന്നു. പരിശുദ്ധ നിയോഗത്താൽ സംസാരിക്കായിരുന്നു പത്രോസ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവികമായ വെളിപ്പാടുകൾ വിവേചിച്ച് വേണ്ടും വണ്ണം ഗ്രഹിക്കാനുള്ള കഴിവും ബുദ്ധിയും പരിശുദ്ധാത്മാവിനാൽ
വിശുദ്ധീകരിച്ചു, നിയന്ത്രിക്കപ്പെടുന്നതിനെ അത്രേ ഇവിടെ നാം കാണുന്നത്. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 2:13 ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ എന്ന കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ആത്മാവിലാണ് വചനങ്ങളെ അപ്പോസ്തലന്മാർ ഉദ്ധരിച്ചുകൊണ്ടിരുന്നതും പ്രസ്താവിച്ചതും. ആത്മാവിന് തെറ്റുപറ്റുകയില്ല. ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, വി ഹാവ് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്. ഞങ്ങൾ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാണ്. ക്രിസ്തുവിൻ്റെ മനസ്സിൽ എന്ത് ആഗ്രഹിക്കുന്നുവോ, ഏത് വിഷയത്തിൽ ഏത് ഉപദേശമാണ് ലോകത്തിൽ പ്രചരിപ്പിക്കപ്പെടേണ്ടതെന്ന് യേശുക്രിസ്തു വിചാരിച്ചുവോ, ആ മനസ്സറിയുവാൻ വേണ്ടി അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ആയിരിക്കുന്ന പ്രവാചകന്മാർ, പണ്ഡിതന്മാർ, സ്കോളേഴ്സ് ഈ വാക്യങ്ങളെ മനസ്സിലാക്കാതെ, അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങളെ മനസ്സിലാക്കാതെ, സഭയുടെ റൂട്ടിൽ അവരെഴുതി ചേർത്ത കുറച്ച് സിദ്ധാന്തങ്ങൾ പഠിപ്പിച്ച് ജനങ്ങളെ ദൈവരാജ്യത്തിൽ നിന്നും അകറ്റിക്കൊണ്ടു പോകുന്ന ഈ വിഷയങ്ങൾ ഈ ദിവസങ്ങളായിരിക്കുന്നത് കൊണ്ട് എൻ്റെ പ്രിയ ശ്രോതാക്കളെ, നിങ്ങളോട് ഞാൻ വളരെ വേദനാപൂർവമായിട്ട്, ഹൃദയത്തിൽ വളരെ സങ്കടവും വ്യഥയും ഉള്ളവനായിട്ട് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ പോകുന്ന തൃത്വസഭകളായിരിക്കുന്ന IPC, ഷാരോൺ, ചർച്ച് ഓഫ് ഗോഡ്, അസംബ്ലീസ് ഓഫ് ഗോഡ്, TPM, പെനിയേൽ, ബഥേൽ എന്ന് പറയുന്ന നമ്മുടെ റെജി ശാസ്താംകോട്ടയുടെ ഭാഷയിൽ പറഞ്ഞാൽ നെല്ലിക്ക ചാക്കിൻ്റെ കുത്തഴിച്ചു വിട്ടാൽ എങ്ങനെയായിരിക്കും, അതുപോലെ സഭകൾ കേരളത്തിലുണ്ടെന്ന് അദ്ദേഹം പറയുണ്ടായി. മാത്രമല്ല അദ്ദേഹം പറഞ്ഞു, ഇത് സഭകളല്ല, ഇത് ഓർഗനൈസേഷൻസ്, സംഘടനകൾ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റീസ്, ഗാദറിങ്സ് ആണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എത്രയോ സത്യമായിട്ടുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. തീർച്ചയായിട്ടും യേശുക്രിസ്തു പറഞ്ഞു, ഐ വിൽ ബിൽഡ് മൈ ചർച്ച്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. അങ്ങനെയെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ അടിസ്ഥാനമിട്ട മൂലക്കല്ലായിരിക്കുന്ന ആ സഭയുടെ അടിസ്ഥാനത്തിൽ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ഉപദേശകന്മാരും ടീച്ചേഴ്സും ഉള്ള ആ 5-fold മിനിസ്ട്രിയിൽ വരുന്ന ദൈവത്തിൻ്റെ സഭ, ആ സഭയുടെ അടിസ്ഥാന ഉപദേശങ്ങൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മളത് അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ ഈ പുതിയ നിയമ വ്യവസ്ഥയുടെ ഈ കാലത്ത്, ഈ മാത്രമല്ല ഈ കൃപായുഗത്തിൽ നമ്മൾ തീർച്ചയായിട്ടും സത്യങ്ങൾ അറിയേണ്ടതാണ്. അപ്പോൾ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ പറഞ്ഞു നിങ്ങളെ ഓർമ്മപ്പെടുത്തും. അങ്ങനെയെങ്കിൽ മത്തായി 19 കൽപ്പനയും അവർ കേട്ടതാണ്. പക്ഷെ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അവർക്ക് ക്ലിയറായിട്ട് മനസ്സിലായി, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമം യേശുക്രിസ്തു ആണെന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ സ്നാനസമയത്ത് അവർ യേശുക്രിസ്തു നാമം ഉപയോഗിച്ചത്. അതുകൊണ്ട് പെന്തക്കോസ്ത് നാളിൽ അപ്പോസ്തലന്മാരിൽ വ്യാപിച്ച പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നാനം തെറ്റെന്ന് പറയുകയില്ല. മാത്രവുമല്ല, അത് അനുസരിക്കുവാൻ ഒരുക്കമുള്ളവരും ആയിരിക്കും. സമയം പോയതിനാൽ ഞാനിവിടെ ഉപസംഹരിക്കുവാൻ താല്പര്യപ്പെടുന്നു. ദൈവം അനുവദിച്ചാൽ തുടർന്ന് സ്നാനത്തെക്കുറിച്ചുള്ള ഒരു വിവരണം കൂടെ അടുത്ത പാർട്ട് 3 പറഞ്ഞിട്ട് സ്നാനം എന്നുള്ള വിഷയത്തെ ഞാനിവിടെ ക്ലോസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നു. ആകയാൽ എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാക്കളെ, സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഞങ്ങൾ പിതാവിലും പുത്രനിലും പരിശുദ്ധാത്മാവിലും വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. എന്നാൽ we don't believe in 3 gods or 3 persons. For us, Father is the creator. A Son came to this world to save us. That's why Son has given us redemption from the sins. പരിശുദ്ധാത്മാവ് ഇപ്പോൾ നമ്മുടെ മധ്യത്തിലുണ്ട്, നമ്മുടെ ഉള്ളിലായിരിക്കുന്നു. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും 3 ദൈവമല്ല, പിന്നെയോ ഒരു ദൈവത്തിൻ്റെ 3 കാല പ്രവർത്തനങ്ങളായിരിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങളെ ദുരുപദേശകരെന്ന് താറടിച്ച് മുദ്രകുത്തി
യേശുവിൻ്റെ നാമക്കാർ ദുരുപദേശക്കാരാണ്, അവർക്ക് പിതാവില്ല, പുത്രനില്ല, പരിശുദ്ധാത്മാവില്ല എന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ മുദ്ര കുത്തിയിരിക്കുന്നതായ കള്ള ഇടയന്മാരെയും കള്ള പാഷന്മാരെയും നിങ്ങൾ തിരിച്ചറിഞ്ഞ് യഥാർത്ഥ സത്യം മനസ്സിലാക്കി നിങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലുള്ള സ്നാനം ഏറ്റിരിക്കുന്നുവെങ്കിൽ, നിങ്ങൾ അങ്ങനെയാണ് ഏറ്റിരിക്കുന്നത്. അതായത് ഞാൻ മേൽപ്പറഞ്ഞ സഭകൾ, തൃത്വ സഭകളെല്ലാം കൊടുക്കുന്ന സ്നാനം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലുള്ള സ്നാനമാണ്. അതുകൊണ്ട് ആ സ്നാനത്തിൽ നിങ്ങളുടെ പാപങ്ങൾ മോചിക്കുന്നില്ല, നിങ്ങളുടെ പാപങ്ങൾ കഴുകപ്പെടുന്നില്ല എന്നും ബൈബിൾ വളരെ വ്യക്തമായി പഠിപ്പിക്കുമ്പോൾ, നിങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ടവരാണെങ്കിൽ തീർച്ചയായിട്ടും എഫെസോസിലെ വിശ്വാസികളെ പോലെ നിങ്ങൾ മനം തിരിഞ്ഞ് നിങ്ങൾ ദൈവദിനം അനുസരിക്കുവാൻ തയ്യാറുള്ളവരായി തീർന്നാൽ തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ മാനിക്കും. പ്രൈസ് ലോർഡ്. എന്തുകൊണ്ടെന്നാൽ എഫെസോസിലെ വിശ്വാസികൾ മാനസാന്തര സ്നാനമേറ്റതായിരുന്നു യോഹന്നാൻ്റെ. എന്നാൽ പൗലോസിൻ്റെ പ്രസംഗത്തിൽ അവർക്ക് മനസ്സിലായി, അവർ വിശ്വസിക്കേണ്ടത് യേശുക്രിസ്തുവിനെ ആണെന്ന് അവർക്ക് മനസ്സിലായി. അവർ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുകയും പൗലോസ് അവരെ യേശുക്രിസ്തുവിനകത്ത് സ്നാനപ്പെടുത്തുകയും ചെയ്തതായി മൊത്തത്തിൽ കാണുമ്പോൾ തീർച്ചയായും നിങ്ങളും ശരിയായിട്ടുള്ള സ്നാനം ബൈബിളിൽ കാണുന്നത് യേശുക്രിസ്തുവിനകത്തുള്ള സ്നാനത്തിന് റെക്കോർഡുകളുണ്ട്. എന്നാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അപ്പോസ്തലന്മാർ ആർക്കെങ്കിലും സ്നാനം കൊടുത്തെന്നോ ഏതെങ്കിലും വിശ്വാസ സ്നാനമേറ്റെന്നോ ബൈബിളിൽ പ്രൂഫില്ലാത്തതായ ഒരു ഉപദേശത്തെ നിങ്ങൾ അംഗീകരിച്ച് നിങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമം എന്ന ടൈറ്റിലിൽ സ്നാനപ്പെട്ടെങ്കിൽ അത് വെറും ഒരു മുങ്ങൽ മാത്രമായിരുന്നു. യഥാർത്ഥമായിട്ടുള്ള സ്നാനങ്ങൾ ഏറ്റിട്ടില്ല എന്ന് നിങ്ങൾ വചനത്തിൽ കൂടെ മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ ഗ്രൂപ്പിൽ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കളുടെയും പാപങ്ങൾ മോചനത്തിനു വേണ്ടി ഞാൻ ഒരു പ്രാവശ്യം കൂടെ ആ വചനത്തെ കൂട്ടിയിരുന്നു. പത്രോസ് പറഞ്ഞു, 1-ാം നൂറ്റാണ്ടിൽ ആദ്യത്തെ പ്രസംഗം, ദൈവസഭയുടെ അടിസ്ഥാനമിട്ട ആ സഭയുടെ ആദ്യത്തെ പ്രസംഗം, പത്രോസ് പ്രസംഗിച്ച ആ പ്രസംഗം തന്നെ, ആ വാചകം തന്നെ, ആ വാക്യം ഞാൻ ഉദ്ധരിക്കുകയാണ്. നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. അതുകൊണ്ട് പ്രിയ ശ്രോതാക്കളെ, ഈ ലക്ഷ്യങ്ങളിലേക്ക് വന്ന് നിങ്ങളുടെ പാപങ്ങളെ കഴുകിക്കളഞ്ഞ് മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിനകത്ത് സ്നാനമേൽക്കുവാൻ ഒരു പ്രാവശ്യം കൂടെ അഭ്യർത്ഥിക്കുന്നു. ഈ ഗ്രൂപ്പിൽ കൂടെ വചനം കേട്ട അനേകർ, തൃത്വത്തിൽ സ്നാനപ്പെട്ട അനേകർ സത്യം അറിഞ്ഞ് യേശുക്രിസ്തുവിനകത്ത് സ്നാനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. പിന്നീട് ഇനിയും പെടുവാനുള്ളവരും തീർച്ചയായിട്ടും കാലങ്ങൾ അധികമില്ല. നാളെ നിങ്ങൾ വേർപെട്ടാൽ മരണം വെറും 1-2 അടികൾ ദൂരമാണെന്ന് ബൈബിൾ പഠിപ്പിക്കുമ്പോൾ എപ്പോഴാണ് നിങ്ങളുടെ ജീവൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നതെന്ന് അറിയില്ല. നിങ്ങളുടെ മരണത്തിന് മുമ്പേ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ചെയ്തില്ല എങ്കിൽ പിന്നീട് 10-ാം തലമുറയിൽ നോഹയുടെ കാലത്ത് 8 പേർ രക്ഷപ്പെട്ടു, ബാക്കി മുഴുവനും നശിച്ചതുപോലെ ഈ റാപ്ചറിന് ശേഷം ഈ സത്യം അംഗീകരിക്കാതിരിക്കുന്നുവെങ്കിൽ അവർ കൈവിടപ്പെട്ടു പോകും, അവർ നരകത്തിൽ പോകേണ്ടി വരും. അതുകൊണ്ട് ആ നരകയാതന ഒഴിവാക്കുവാൻ വേണ്ടി നിങ്ങളോട് വളരെ സ്നേഹത്തോടെ ബുദ്ധി ഓർപ്പിക്കുന്നു. ആരോടും ഒരു വിരോധമോ ഒരു വിദ്വേഷമോ ഒരു അസൂയ പിണക്കമോ ഒന്നും ഞങ്ങൾക്കില്ല. എങ്ങനെയെങ്കിലും ഒരു ജീവൻ, ഒരു വ്യക്തി ദൈവസന്നിധിയിൽ വന്ന് മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗത്തിലെ ദൈവവും ദൂതന്മാരും സന്തോഷിക്കുന്ന ഒരു വിഷയമാണെന്ന് നിങ്ങൾ ഓർക്കുക. അതുകൊണ്ട് വളരെ സ്നേഹത്തോടുകൂടെ നിങ്ങളെ ഈ സത്യത്തിലേക്ക് വരുവാനും മാനസാന്തരപ്പെടുവാനും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളെ കഴുകിക്കളയാനും ഞാൻ അഭ്യർത്ഥിക്കുന്നു. പ്രൈസ് ലോർഡ്. ആരെങ്കിലും ഈ മെസ്സേജ് കേൾക്കുന്നവർ ഭാരത്താലും ദുഃഖത്താലും ക്ഷീണത്താലും മനോരോഗത്താലും മനപ്രയാസത്താലും ആയിരിക്കുന്നുവെങ്കിൽ കൃപാലുവായ ദൈവം, യേശുക്രിസ്തു എന്ന ദൈവം നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരകനാണ്. നിങ്ങളുടെ രോഗങ്ങളെ സൗഖ്യമാക്കും. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും, നിങ്ങളുടെ ചിന്താകുലങ്ങളെ അവൻ മാറ്റിത്തരും. എല്ലാ ചിന്താകുലങ്ങളും അവൻ്റെ തോളിലിടുവാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ജീവിക്കേണ്ട എല്ലാം പ്രതികൂലമെന്ന് തോന്നുന്ന അവസ്ഥയിൽ തീർച്ചയായും മുട്ടിന്മേൽ നിന്നുകൊണ്ട് യേശുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ
തീർച്ചയായും നിങ്ങളുടെ എല്ലാ വിഷയങ്ങൾക്കും പരിഹാരം അവനായിരിക്കുമെന്ന് കൂടെ ഞാൻ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ ഗ്രൂപ്പ്, ഹല്ലേലൂയ, ഞങ്ങൾ പ്രാർത്ഥനയുടെ ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ട്. നിങ്ങളുടെ ഏത് വിഷയങ്ങളും അറിയിച്ചാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങളുടെ ഒറ്റ ലക്ഷ്യം ഇത് മാത്രമാണ്: ഏതെങ്കിലും ഒരു വ്യക്തിയെ നരകത്തിൽ നിന്ന് ഞങ്ങൾക്ക് വിടുവിച്ച് സ്വർഗരാജ്യത്തിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള ഒരൊറ്റ ആഗ്രഹം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് പ്രസ്താവിക്കുന്നത്. പിന്നീട് കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങൾ പറയുന്ന വിഷയമാണ് മാനസാന്തരം, രക്ഷാ സ്നാനം എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഈ സത്യം മനസ്സിലാക്കി കടന്നു വരിക, ജീവങ്കിലേക്ക് കിടക്കുക, രക്ഷ പ്രാപിക്കുക. കാലമെല്ലാം കഴിയും, ഇന്നു കാൺമതെല്ലാം അഴിയും. കാലമെല്ലാം കഴിയും, ഇന്നു കാൺമതെല്ലാം അഴിയും. പിന്നെ പുതുയുഗം വിരിയും, തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. പ്രൈസ് ലോർഡ്. എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, ഈ ലോകത്തിൽ നമ്മുടെ ജീവിതം കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു ലെവലിലേക്ക് നമ്മൾ പോവുകയാണ്. പിന്നെ ഒരിക്കലും നമ്മുടെ കഷ്ടത, നമ്മുടെ കണ്ണുനീര്, രോഗം, ദുഃഖം, നമ്മുടെ പ്രയാസങ്ങൾ, പീഡനങ്ങൾ ഒന്നും ഓർക്കാത്തതായ, പ്രത്യേകാൽ നമ്മുടെ കണ്ണിൽ നിന്ന് നമ്മുടെ യേശു അപ്പച്ചൻ കണ്ണുനീര് ഒപ്പുന്നതായ ഒരു മണ്ഡലത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഈ പ്രത്യാശയോടെ നമുക്ക് ക്രിസ്തീയ ജീവിതം മുമ്പോട്ട് നയിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവരോടും സ്നേഹത്തോടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സ്നേഹവും നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്ന് ആശീർവദിച്ചുകൊണ്ട് എൻ്റെ ഈ മെസ്സേജ് ഞാൻ ഇവിടെ ക്ലോസ് ചെയ്യുന്നു. ഇതെല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ലോർഡ്. താങ്ക് യു ജീസസ്.